ചേച്ചി ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് കണ്ണൂരെ തെയ്യം, കുട്ടിക്കാലത്ത് പോയ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തിരിഞ്ഞു നോക്കുകയെന്നുണ്ടെങ്കിൽ ചേച്ചി ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന ഒരു ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കത്തില്ലേ? അതൊന്ന് ഷെയർ ചെയ്യാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എൻ്റെ പൊന്നുമോളെ, അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത, അതായത് ഞാൻ നാടകം ഒന്ന് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു 12 വയസ്സിൽ. ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തിരുവാതിര കളിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ 13 വയസ്സിനുള്ളിലാണ്, അതിലപ്പുറം ഒന്നുമില്ല. പെട്ടെന്നൊരു കല്യാണമായിരുന്നു, അതിനുശേഷം 2 മക്കൾ. അദ്ദേഹം ആക്സിഡന്റിൽ മരിക്കുന്നു. അപ്പോഴും പറയാൻ പറ്റാത്തത്ര ചെറിയ പ്രായം, 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. പിന്നെ ജീവിതം, പോരാട്ടം. അതിൽ ഞാൻ ചെന്നൈയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ബ്യൂട്ടി പാർലറിൽ നിന്ന് തന്നെ പറയാം, അവിടെ വന്ന് എന്നെ ഒരു ഡയറക്ടർ വേറൊരു കുട്ടിയെ കൊണ്ട് വന്നതാണ് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പം നമ്മളെ മെലിഞ്ഞു കുലുന്നല ഇരിക്കുന്ന എന്നെ കണ്ടപ്പോൾ ക്ഷണിക്കുന്നു. അങ്ങനെ അതായത് നമുക്ക് ക്യാമറ കണ്ടാൽ ഞാൻ വിറക്കും. എനിക്കറിയില്ല, ഞാൻ കൈയെടുത്ത് പറയണം, എനിക്കറിയില്ല. പക്ഷെ അവർ പറയുന്നു, ആരും അറിഞ്ഞിട്ടല്ല ഇവിടെ വന്നത്. മാക്സിമം അന്ന് എന്ന് പറഞ്ഞാൽ മത്സരമില്ല. ആ കാലത്താണ് ഞാൻ വരുന്നത്. 87, 88 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മത്സരമില്ല. രൂപഭംഗിയുള്ള, കുറച്ച് പൊക്കമുള്ള, കണ്ണോ മൂക്കോ ഒക്കെ കുറച്ച് നന്നായിട്ട് വിടർന്നിരുന്നാൽ പിന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഇന്നത്തെ പോലെ നമ്മള് ഒരിതിൽ അത് പിന്നെ ഇതില് നെഗറ്റീവില് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇതൊന്ന് ഓടിക്കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ്. എന്നിട്ട് പോലും ക്ഷമയോടെ പല ആർട്ടിസ്റ്റുകളെയും ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളാക്കാൻ അന്ന് അത്രയ്ക്ക് നല്ല സംവിധായകരും പ്രൊഡ്യൂസർമാരും ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല.